എന്റെ പെങ്ങളെ വിവാഹം കഴിപ്പിച്ച സമയത്ത് എനിക്ക് 5 വയസ്സേ ഉള്ളൂ. പെങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ അളിയൻ എന്നോട് പറഞ്ഞു, വൈകിട്ട് നമുക്കൊരു നല്ല സിനിമയുണ്ട്, കാണാൻ പോണം. പെങ്ങളെ യാക്കോബയിലാണ് കെട്ടിച്ചത്. അന്ന് അമ്മ വിശ്വാസിയാണ്, ഞങ്ങളൊക്കെ എങ്ങുമില്ല. അമ്മ സ്നാനപ്പെട്ടിട്ടുണ്ട്, എത്രയേ ഉള്ളൂ. അപ്പോ അളിയൻ നിർബന്ധിച്ചു. ഞാൻ കരയാൻ തുടങ്ങി. തുടങ്ങിയപ്പോ പെങ്ങൾ വന്ന് ഇടപെട്ടു. പെങ്ങൾ പറഞ്ഞു അവൻ സിനിമ കാണുകയില്ല. അപ്പൊ അളിയൻ എന്നെ മനസ്സിലായി, അളിയനൊരു അധ്യാപകനാണ്. പുള്ളി എന്നെ കൗൺസിൽ ചെയ്യുകയാണ്, സിനിമ നല്ലതാണ്, ചെമ്മീൻ എന്നാണ് സിനിമയുടെ പേര്, വൃത്തികെട്ട യാതൊരു കാര്യമില്ല, നല്ല ബെസ്റ്റ് സ്റ്റോറിയാണ്, കണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉത്സാഹിപ്പിച്ചു, പ്രബോധിപ്പിച്ചു പുള്ളി. അപ്പൊ ഞാൻ പിന്നെയും കരയാൻ തുടങ്ങി, ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പൊ പിന്നെ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അവര് കല്യാണം കഴിച്ച് മധുവിധു കാലഘട്ടമാണ്. അവരൊക്കെ ഒരു സിനിമ കാണാനുണ്ടായിരുന്നു, അതുപോലും ഞാൻ നശിപ്പിച്ചു. ഞാനിങ്ങനെ കിടന്ന് കരഞ്ഞപ്പോ പിന്നെ അളിയൻ വേണ്ടെന്ന് ചോദിച്ചു. എന്നെ ഇട്ടേച്ചു പോകാനും പറ്റുകയല്ലോ. അപ്പൊ എന്താ ഞാൻ കരഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അമ്മ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ, സിനിമ കണ്ടാൽ നരകത്തിൽ പോകും. ഇപ്പൊ പോകുക എന്നുള്ള കാര്യം ഇപ്പൊ നമുക്ക് മനസ്സിലായി, കാരണം മിക്കവാറും പേര് കാണുന്നുണ്ട്. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞതെന്ന് ഞാൻ പറയല, നമ്മുടെ എല്ലാവരുടെയും കൂടെ കാര്യമാണ്. കാരണം ഇപ്പൊ സിനിമ കാണാൻ തിയേറ്ററിൽ പോകണ്ടല്ലോ. എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ വെച്ച് ഒത്തിരി 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 വഴി വിട്ടു പോയി കഴിഞ്ഞു. സിനിമ, വലിയ സിനിമ, 2-3 മണിക്കൂറുള്ള സിനിമയൊക്കെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് യൂട്യൂബിൽ കിട്ടും. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒരു സാധാരണ കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതൊക്കെ ഒരു പരിധി വരെ നിൽക്കട്ടെ. അവിടുന്നൊക്കെ കടന്നുപോയാലോ, അവിടുന്നും കാര്യങ്ങൾ കടന്നുപോയാലോ? എന്നെ പോലെ ഒരാൾക്ക് പൊതുവെ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ മൊബൈലിനകത്ത് ലഭ്യമാണ്. മയക്കുമരുന്നിനേക്കാൾ അഡിക്ഷനാണ് മൊബൈലിലെ ചില പേജുകൾ. അതിനൊരാൾ അടിപ്പെട്ടു പോയാൽ കഞ്ചാവിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനേക്കാൾ പാടാണ്. ഗവൺമെന്റ് സർവീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് നമ്മുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു. ഭയങ്കര ശമ്പളം മേടിക്കുന്നയാളാ. എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു വിഷയത്തിന് അടിമയാണ്, ആ വിഷയം ഞാൻ പാസ്റ്ററോട് പറഞ്ഞാൽ പാസ്റ്റർ നാളെ എന്നെ വെറുക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ എനിക്ക് ഒരു ഭയം തട്ടി. എന്നിട്ട് പുള്ളി പറയുക, എന്റെ അവസ്ഥ അറിഞ്ഞാൽ പാസ്റ്റർ എന്നെ വെറുക്കും. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ എന്താന്ന്? വൃത്തികെട്ട സൈറ്റിൽ മണിക്കൂറുകൾ ചെലവഴിക്കുക, സുന്ദരിയായ ഭാര്യ, നല്ല മക്കൾ, വൃത്തികെട്ട സൈറ്റിൽ മണിക്കൂറുകൾ ചെലവഴിക്കുക. അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുണ്ട്. ഫാമിലിയെ കുറിച്ചുള്ള മെസ്സേജ് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് വിളിച്ച് ഇവിടെ വന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞു, ഒറ്റയ്ക്ക് ഒരു സ്ഥലം ഒന്ന് ഉണ്ടെങ്കിൽ എനിക്ക് ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. വൈഫ് കേൾക്കണ്ടെന്ന്. കാരണം വെളിയിൽ മാന്യന്മാരാണ്, സമൂഹത്തിൽ മാന്യന്മാരാണ്. ഞാന് പ്രാർത്ഥിക്കാം, എനിക്ക് എന്നെ കൊണ്ട് അതല്ലേ പറ്റുള്ളൂ. പിന്നെ പ്രൊഫഷണൽ കൗൺസിലേഴ്സിനെ കാണുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ എനിക്കൊരു കാര്യം അറിയാം,
കൗൺസിലിംഗ് ഒക്കെ ഒരു ലെവൽ, ഒരു പരിധി വരെ പറ്റത്തുള്ളൂ. ഇതിന്റെ പുറകിൽ ഒരു പൈശാചിക ബന്ധനമാണ്. അധികാരത്തോടെ പ്രാർത്ഥിക്കാതെ ഇതിന് വിടുതലില്ല. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കൗൺസിലിംഗ് നടത്തുന്ന ഒരു മനുഷ്യനല്ലേ, അങ്ങനെ ഒരു പരിധിക്കുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കൗൺസിലിംഗ് നടത്തി ആ ആളെ അടിച്ചുകൊണ്ട് പോയ കേസും ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഒന്നും മേല, ഇതൊരു പോരാട്ടമാണ്. നിങ്ങൾക്കറിയാമോ പിശാചി ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്താന്ന്? ഉപവാസ പ്രാർത്ഥന കലക്കുകയല്ല, കൺവെൻഷന്റെ കറണ്ട് പീസൂരുകയല്ല, വാൾപോസ്റ്റ് വലിച്ചു കീറുകയല്ല, ഉപദേശിമാരെ വണ്ടിയെന്ന് തള്ളിയിടുകയല്ല. പിശാചി ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്നാണെന്നറിയോ? കുടുംബം കലക്കുക എന്നുള്ളതാണ്. പിശാചി ചെയ്ത ആദ്യത്തെ പ്രവൃത്തി. അതിൽ നിന്ന് മനസ്സിലാക്കണം കുടുംബം എത്ര ഇമ്പോർട്ടന്റ് ആണോ. അതിൽ തന്നെ ഞാൻ ഇനിയും പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ചെറിയ പിണക്കം വന്നാലും കുഴപ്പമില്ല, കുടുംബം കലക്കാൻ പിശാച് ആരെയാ കയ്യിലെടുത്തെന്നറിയാവോ? ആന്റിമാരെ, സഹോദരിമാരെ. എന്താ കാര്യം? അവരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും. അത് തന്നെ, അവരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും. കാരണം അവർക്കൊരു പെട്ടെന്ന് മനസ്സലിയുന്ന ഒരു സ്വഭാവമാണല്ലോ. അതിനുവേണ്ടി സാത്താൻ എന്ത് ചെയ്തു? അതിനുവേണ്ടി സാത്താൻ ചെയ്തത്, ആദാമച്ചായൻ ഇല്ലാത്ത സമയം നോക്കി അവിടെ വന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ചേർന്നിരിപ്പീനെന്ന്. സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് പിന്നെയും ചേർന്നിരിപ്പീൻ. ഇതൊക്കെ പറഞ്ഞ ഇപ്പൊ ഈ കാലത്ത് ബൈബിളിലെ കാര്യങ്ങളൊന്നും പറയാൻ പോലും മേലാണ്ടായി. എന്നാന്നറിയോ? 5 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്നു, കല്യാണം കഴിഞ്ഞു, ചെറുക്കൻ ആസ്ട്രേലിയയിലേക്ക് പോയി, പെണ്ണ് സൗദിക്കും പോയി. ചേർന്നിരിപ്പീ ആരോട് പറയാനാ? പിന്നെ ഈ ഇതിനകത്തൂടെയാ ചേർന്നിരിക്കുന്നത്. അതൊന്നും വിജയിക്കുകയല്ലെന്ന്. അതിനിടെ വേറെ ഫോണും വരുന്നുണ്ടോ നമ്മളെങ്ങനെ അറിയുന്നു? അപ്പോ പ്രശ്നം എന്നാന്ന് ചോദിച്ചാല് ഇതൊന്നും പഠിപ്പിക്കാനും നേരെയില്ല. അതാ അടുത്ത പ്രശ്നം. കല്യാണത്തിന് നമുക്ക് മുഹൂർത്തം ഇല്ലല്ലോ, മുഹൂർത്തം ഇല്ല. അതുകൊണ്ടുള്ള ഗുണം എന്നാണെന്നറിയോ? എപ്പോഴേലും വന്നാൽ മതി. 10 മണിക്ക് ഞങ്ങൾ ചെല്ലണം, നടത്തുന്ന പാസ്റ്റർ 10-ന് ചെല്ലും, 11:30 വരുന്നില്ല. റോഡ് ബ്ലോക്ക് ആയിരുന്നു, അളിയൻ വരാൻ വൈകി, അമ്മാച്ചന് വണ്ടി കിട്ടിയില്ല, ഓരോ കാരണങ്ങളാ പറയുന്നത്. ഞാനിങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോ ഫോട്ടോ എടുക്കുന്ന ഒരു മനുഷ്യൻ കയറി വന്നു. അയാൾ അന്ന് ക്യാമറാമാൻ ഒരു ഹിന്ദുവാ. അയാൾക്ക് എന്നെ വലിയ കാര്യമാണ്, യൂട്യൂബിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന ആളാ. പുള്ളി വന്ന് എന്റെ ചെവി പറഞ്ഞു, പാസ്റ്ററേ മുഹൂർത്തം എന്തിനാന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. മുഹൂർത്തത്തിനകത്തൊക്കെ ഒരു കഥയില്ല, അതൊക്കെ ബുദ്ധിയുള്ളവർ കണ്ടുപിടിച്ചതാ. മുഹൂർത്തം ഉണ്ട സമയത്ത് വരും. പിടികിട്ടിയോ? 8-നും 9-നും ഇടയ്ക്കാണ് നല്ല സമയം എന്ന് ചുമ്മാ അങ്ങ് തട്ടി വിട്ടാലുണ്ടല്ലോ, ഇവൻ ബസ് ഇല്ലെങ്കിൽ പറന്നു വന്നിരിക്കും. നമ്മൾ നല്ല ഉപദേശമൊക്കെ പഠിപ്പിച്ചു, എപ്പോ വന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോഴെനിക്ക് മനസ്സിലായത് ഈ മുഹൂർത്തത്തിനകത്തൊക്കെ ഒന്നുമില്ല, ഈ നാൾപ്പൊരുത്തം ഒന്നും അല്ല, ഇതിന്റെ നക്ഷത്രം ഒന്നുമില്ല. സംഭവം ഇത്രേ ഉള്ളൂ, മനുഷ്യൻ ഉഴപ്പനാണ്, ഉഴപ്പാതിരിക്കാൻ ചെയ്തതാ. ഇങ്ങനെ വൈകി വന്നേച്ച് കേട്ടോണം,
പെണ്ണിന്റെ അപ്പനും ചെറുക്കന്റെ അപ്പനും വന്ന് ചെവി പറയും, നമുക്കേ 1 മണിക്ക് നിർത്തണം കേട്ടോ, 12:30 നിർത്തിയാൽ ഉപകാരം. തുടങ്ങുന്നത് എപ്പോഴാ? 11:30. നിങ്ങൾ പറ, എപ്പ പറയും വചനം? കുറയ്ക്കാവുന്ന എന്തുവാ? ബിരിയാണി കുറയ്ക്കാൻ പറ്റുമോ? ചിക്കൻ ഫ്രൈ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. സ്റ്റൂ, ഇടിയപ്പം, പാലപ്പം, പിന്നെ കപ്പ വേവിച്ചത്, അതിന്റെ കൂടെ തട്ടുദോശ, ഇതൊന്നും കുറയ്ക്കാൻ ഒക്കുകയില്ല. എന്താ പരിപാടി ഇപ്പോഴത്തെ കാണേണ്ടതാ? ഒറ്റ സാധനമേ പറയുള്ളൂ, ഇതാ അനുഭവിച്ചോ. നമ്മുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞില്ലേ, ജോസഫൈൻ, അനുഭവിച്ചോ? അത് തന്നെ അനുഭവിച്ചോ. വചനം ഉപേക്ഷിച്ച് ആർഭാടം നടത്തി, സിനിമ പിടിക്കുന്ന പോലെ ഷൂട്ടിങ് നടത്തി, തലമുറ എവിടെ എത്തി? കൈവിട്ടു പോയില്ലേ? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു പ്ലേറ്റിന് 1000 രൂപയുള്ള കല്യാണം നടത്തുന്നത്, ഒരു പ്ലേറ്റിന് 1000. വചന ശുശ്രൂഷയ്ക്ക് മാത്രം സമയമില്ല. ഇനി പോട്ടെ, ഇത് എപ്പോഴാണ് ഇത് പഠിപ്പിക്കുന്നത്? കല്യാണ പ്രസംഗം സഭായോഗത്തിന് ചെയ്യാൻ പറ്റുമോ? സഭായോഗത്തിന് ചെയ്താൽ ഉപദേശിക്കുക എന്തോ കുഴപ്പം പറ്റിയെന്ന് പറയും. പിന്നെ മരണ വീട്ടിൽ മിണ്ടാൻ പറ്റുമോ? പറ്റുകയില്ല. കൺവെൻഷനോ? പറ്റുകയില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്കോ തൊടാൻ നോക്കുകയില്ല. അപ്പൊ ഈ വിഷയം എപ്പോ പറയും? പുതിയ നിയമത്തിലെ ചങ്ക് ലേഖനം എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം. ഓക്കെ, ചങ്ക് ലേഖനം, പിള്ളേരുടെ ഭാഷ പറയുക. അതിനകത്തെ ഹാർട്ട് ഓഫ് ദ ചാപ്റ്റർ എന്നാണെന്നറിയാമോ? ഫാമിലിയാ. എഫേസ്യ ലേഖനം സഭയെ പഠിപ്പിക്കണ്ടേ? പഠിപ്പിക്കണം. എപ്പോഴാ പഠിപ്പിക്കുന്നത്? ബൈബിൾ ക്ലാസ് ഇല്ല. ഇന്നിപ്പോ നന്നായിട്ട് പാട്ട് പാടി, എനിക്കിഷ്ടമാണ്, എനിക്ക് പാട്ട് ഇഷ്ടമാണ്. പക്ഷെ പാട്ട് മാത്രം കൊണ്ടൊന്നും സംഗതി പോകുകയില്ല. പാട്ട് മാത്രം കൊണ്ടൊന്നും ഈ വണ്ടി ഓടുകയില്ല. അതിൻ്റെതായ ടൈമുണ്ട്. ദൈവവചനം എല്ലാ വിഷയത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എല്ലാ വിഷയത്തെക്കുറിച്ചും പറയാനുണ്ട്. സമ്പൂർണമാണ് ഈ ബൈബിൾ. പെർഫെക്റ്റ് ബുക്ക് ഇൻ ദ വേൾഡ്. ഫാമിലിയെ കുറിച്ച് അറിയണോ? ബൈബിളിലേക്ക് വരൂ. കുടുംബം എന്ന് ആരംഭിച്ചു എന്നൊരു റിസർച്ച് നടത്തി മിടുക്കന്മാര്. കുരങ്ങിന്ന് വന്നതെന്നൊക്കെ പറയുകയാണല്ലോ. അപ്പൊ കുരങ്ങിനാണെ കുടുംബം ഇല്ലതാനും. പിള്ളേരുണ്ട്, പക്ഷെ കുടുംബം ഇല്ല. എവിടുന്ന് എന്ന് തുടങ്ങി കുടുംബം? അന്വേഷിച്ച് കോടികൾ മുടക്കി റിസർച്ചാ. അപ്പൊ അതിനിടയിൽ ഒരു സ്റ്റാഫ്, ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. സാറേ, ഒരു 200 രൂപ മുടക്കാവോ എന്ന് ചോദിച്ചു. നിങ്ങളിപ്പോ കോടികൾ മുടക്കിയല്ലോ, ഇനി ഒരു 200 രൂപ മുടക്കാവോ? അപ്പൊ അയാൾ ചോദിച്ചു, ആ പ്രൊഫസർ ചോദിച്ചു, എന്താ 200 രൂപ? 200 രൂപ കൊടുത്താൽ നല്ലൊരു ബൈബിള് കിട്ടും. ഒരു ബൈബിള് മേടിക്ക്. കുടുംബം എവിടെ നിന്ന് വന്നെന്ന് അതിനകത്തുണ്ട്. Back to the Bible. Come back to the Bible. ശാസ്ത്രം പുരോഗമിച്ചു, ടെക്നോളജി പുരോഗമിച്ചു, പ്രയോജനമൊന്നുമില്ല. Come back to the Bible. വേദപുസ്തകത്തിലേക്ക് മടങ്ങി വരൂ. അപ്പൊ അറിയാം കുടുംബം എന്താന്ന്. സിനിമയിൽ പറയുന്നത് കുടുംബമല്ല, വെറുതെ അഭിനയമാ. സിനിമയിൽ നല്ല വീട്ടമ്മയായിട്ട് അഭിനയിച്ചവര് അനുഭവത്തിൽ വന്നപ്പോൾ 2ാം കൊല്ലം ഡിവോഴ്സ് ചെയ്തു.
നല്ല ഉത്തമനായ കുടുംബനാഥനായിട്ടും ഭർത്താവായിട്ടും അഭിനയിച്ച പുള്ളി ഭാര്യ ഉപേക്ഷിച്ചു. അപ്പൊ ഇതെല്ലാം അഭിനയിക്കാനേ പറ്റുള്ളൂ, അനുഭവിക്കാൻ യോഗയില്ല. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? സദൃശവാക്യത്തിൽ ഒരു ചോദ്യമാ, ഉത്തരം പറഞ്ഞിട്ടില്ല. ചോദ്യം കിടക്കുക, എത്ര കൊല്ലമായി ഉത്തരം ആരും പറഞ്ഞില്ല. ഞങ്ങളുടെ ഇവിടെ പ്രായമുള്ള ഒരു പാസ് ഉത്തരം പറഞ്ഞു. ഉത്തരം കേൾക്കണോ? യോഗമുള്ളവന് കിട്ടുമെന്ന്. യോഗത്തിന് പോകുന്നവർ കിട്ടുമെന്നല്ല, യോഗമുള്ളവർ കിട്ടുമെന്ന് എന്ന് പറഞ്ഞാൽ ഭാഗ്യമുള്ളവർ കിട്ടുമെന്ന്. കിട്ടിയവർക്കായി സ്തോത്രം, അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ല ഇപ്പൊ എന്നാ ചെയ്യും? കിട്ടിയാലൊത്തു, പെട്ടാപ്പെട്ടു. തലേ മുടിയില്ല, വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ വെച്ച് പിടിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഒന്നും ചെയ്യാനൊക്കെയല്ല. ഇതുപോലെ തന്നെയാ, പങ്കാളി ഒത്തില്ലേ ജീവിതം പോയി. ഇപ്പൊ ഇന്ന് വൈകിട്ടത്തെ കൂട്ടാൻ ഒത്തില്ലെന്നിരിക്കട്ടെ, സാരമില്ല, നാളെ നല്ല കൂട്ടാൻ ഉണ്ടാക്കാലോ. പക്ഷെ ഈ വീട്ടിൽ വന്ന് കയറിയ പാർട്ടി ശരിയായില്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു അവസ്ഥയാട്ടോ. അത് എന്നാന്നറിയോ, ഞാൻ ഇന്ന് വെളുപ്പിന് ഇവിടുന്ന് പോയതാ. അടിമാലിയായിരുന്നു, അടിമാലി ഹൈറേഞ്ച്. ഇപ്പൊ ഞാൻ വന്നെത്തേ ഉള്ളൂ. ജോസ് പാസ്റ്റർ വിളിക്കുന്നുണ്ടോ നോക്കി വണ്ടി ഓടിക്കുക. ഞാനല്ല, ഓടിക്കാൻ വേറെ ആളുണ്ട്. അങ്ങനെ ടൈമിനെത്തി. പകല് പല കാര്യങ്ങളുണ്ടായി, അതൊന്നും കുഴപ്പമില്ല. വീട്ടിലോട്ട് വന്നു, വീട്ടിലോട്ട് നമ്മൾ ഫ്രീ ആയി. ഇത് വീട്ടിലോട്ട് വരുമ്പോൾ ടെൻഷനാണെങ്കിലോ, വീട്ടിലോട്ട് വരുമ്പം ടെൻഷനാണെങ്കിലോ എന്ത് ചെയ്യും? ആകെ ഒന്ന് റെസ്റ്റിനാ വീട്ടിലോട്ട് വരുന്നത്. സഭയിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു മൂപ്പനുണ്ട്. പുള്ളി ഇടയ്ക്കൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഒരു ദിവസം പുള്ളി നല്ലൊരു പ്രബോധനം പറയുക. അത് ഈ കുടുംബജീവിതത്തെ കുറിച്ചാണ്. ഈ പ്രബോധനം അങ്ങോട്ട് കത്തി കയറാൻ തുടങ്ങിയപ്പോ പുള്ളിയുടെ ഭാര്യ പുറകിൽ നിന്ന് എഴുന്നേറ്റു. അന്നേരം അവിടെ ഇരുന്നവർക്കൊക്കെ ഒരു സംശയം തോന്നി, എന്നെ കാണിക്കുമോ എന്നെ ദൈവമേ പുള്ളിക്കാരത്തി എഴുന്നേറ്റെന്ന്. പുള്ളിക്കാരത്തി എഴുന്നേറ്റ് പെട്ടെന്ന് പുറത്തിറങ്ങി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതിൽ ബെഡും തലയെണ്ണയും ഒക്കെ അടിഞ്ഞു വരിക. അപ്പൊ പാസ്റ്റർ ചോദിച്ചു, ഇതെന്നാ? എന്റെ പൊന്നെ, ഞങ്ങളുടെ അച്ഛൻ ഇവിടെ താമസിച്ചോട്ടെ. എന്നാ നല്ല പ്രസംഗമായിരുന്നു. പുള്ളി ഇവിടെ നിൽക്കുകയാണ്, ദൈവദൂതനാ. വീട്ടിലോട്ട് വന്ന ചെകുത്താനാ. അതുകൊണ്ട് ഇവിടെ കിടന്നോട്ടെ, അതിനാ ഞാൻ ഈ ബെഡിഞ്ഞ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ദൈവം കുടുംബത്തെ വളരെ ഗൗരവത്തോടുകൂടെ കാണുന്നു. ദൈവം കുടുംബത്തെ വളരെ ഗൗരവത്തോടുകൂടെ കാണും. നമ്മൾ കുടുംബത്തെ ഗൗരവത്തോടുകൂടെ കാണണം. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ ആദ്യത്തെ പ്രോജക്റ്റ് മറക്കണ്ട. പിശാചിന്റെ ആദ്യത്തെ പ്രോജക്റ്റ് മറക്കണ്ട. കുടുംബത്തെ തകർക്കുക എന്നുള്ളതാണ്. ഇന്നും അവൻ അതിലാത്ത ഫോക്കസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കണം, പിശാച് ഇന്നും അതിലാ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കുടുംബത്തെ തകർക്കുക. അതിന് ആരെയെങ്കിലുമൊക്കെ കയ്യിലെടുക്കും. ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ ഈ ഉദാഹരണത്തെ ോട് ബന്ധപ്പെട്ട കക്ഷികൾ ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും. 300 ഡിവൈസ് അല്ലേ, അതുകൊണ്ട് പേര് സ്ഥലമൊന്നും പറയാതെ പറയാം.
കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് വിളിക്കുക. ഞാനൊരു പവർ വിഷന്റെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പനെയും അമ്മയെ ബഹുമാനിക്കണം, മരുമക്കള് അമ്മായി അമ്മയെ ദുഃഖിപ്പിക്കരുത് എന്നുള്ള പ്രബോധനമൊക്കെ പവർ വിഷനിൽ കേൾക്കുന്നുണ്ട്, സന്തോഷം. പക്ഷെ അമ്മായിയമ്മ മരുമക്കളെ ദുഃഖിപ്പിക്കുന്ന കാര്യവും കൂടി ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ ഇതിലൊന്നും പറയുന്ന ആളല്ല, എന്റെ വിഷയം വേറെയാന്ന് പറഞ്ഞു. അല്ല, എന്നാലും അതിനകത്ത് ചിലരുണ്ടല്ലോ കുടുംബകാര്യങ്ങൾ എന്നും പറയുന്നുണ്ട്. അപ്പൊ മാതാപിതാക്കളുടെ കാര്യം പറയുന്നു, നല്ല കാര്യമാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഞാനൊരു ചെറുപ്പക്കാരനാണ്. ഞാൻ പിന്നെ കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ച പെണ്ണല്ല, എന്റെ അപ്പനെയും അമ്മയും കൂടെ ആലോചിച്ച പെണ്ണിനെ ഞാൻ കിട്ടിയത്. അവൾ ഇവിടെ വന്നാൽ 2 ദിവസം തികച്ച് നിർത്തുകയില്ല. 2 ദിവസം തികച്ച് നിർത്തുകയില്ല, അന്നേരം തുടങ്ങും. അവൾക്ക് പരിജ്ഞാനം ഉള്ളത് കൊണ്ട് അവള് പറയും, അച്ചായ ദൈവത്തെ ഓർത്ത് ഞാൻ വീട്ടിൽ പൊക്കോളാം. 2 പേരും ജോലി സ്ഥലത്ത് അവധിക്ക് വരുമ്പോഴത്തെ കാര്യമായി പറയുന്നത്. ഞാൻ വീട്ടിൽ പൊക്കോളാം, ഇവിടെ സമാധാനം ഉണ്ടാവട്ടെ. എന്നിട്ട് ഈ അമ്മ പറയുന്ന വാചകം എന്നോട് പറയുക, നീ പൗരുഷം കേക്കടി, നീ പൗരുഷം നോക്ക്. അപ്പൊ നിങ്ങൾ പൗരുഷി പ്രസംഗിച്ച് ഈ ഒരു വശം മാത്രം പറയാതെ ഞങ്ങളുടെ ഭാവം കൂടി ഒന്ന് പറയണേന്ന് ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുക. അതായത് ഈ അമ്മ പരമഭക്തയാന്നേ, ഉപവാസവും പ്രാർത്ഥനയാ. പൗരുഷന് യോഗം നടക്കുമ്പോൾ കൈ അടിച്ച് നന്നായിട്ട് പൊട്ടിക്കും. അന്യന്റെ വീട്ടിൽ നിന്ന് കെട്ടിച്ചോണ്ട് വന്ന പെങ്കൊച്ചിനെ സ്വന്തം മോളെ പോലെ കരുതാൻ മേലാത്ത നീ എന്തിനാ കൈകൊട്ടുന്നേ? ഏത് സ്വർഗത്തിൽ പോവാനാ? കുടുംബം നന്നാവണേ ഒരാൾ മാത്രം വിചാരിച്ചാൽ പറ്റൂല. ഒരു വീട്ടില് ഈ നാത്തൂമാര് തമ്മിൽ നല്ല സ്നേഹ, ചിലയിടത്തേ ഉള്ളത്, ചിലയിടത്തേ ഉള്ളൂ, ഒത്ത ഭാഗ്യമാണ്. നാത്തൂമാര് തമ്മിൽ ഭയങ്കര സ്നേഹ. അമ്മയ്ക്കാണേലോ ഈ മരുമകളെ എന്തേലും ഒന്ന് റാഗി ചെയ്തില്ല ഒരു വിഷമല്ലേ. അപ്പൊ മരുമകള് ഒരു ചായ കൊണ്ട് കൊടുത്തു അമ്മയ്ക്ക്. അപ്പൊ അമ്മ അങ്ങ് ചൂടായി, എനിക്ക് ഷുഗറാന്ന് നിനക്ക് അറിയാൻ മേലെ, ഇതിനെന്തോ ഒരു മധുരമായിട്ടത്, ഇച്ചിരി ഇടാവുള്ളെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഉടനെ അമ്മയുടെ മോൾ എന്ത് ചെയ്തെന്നറിയാം, നാത്തൂൻ, അമ്മേ അവൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയാൻ മേലെ, ഞാൻ ശരിയാക്കി തരാം. ആ ചായ ഇഞ്ഞ് മേടിച്ച് അകത്തൂടെ കൊണ്ടുപോയിട്ട് അപ്പുറത്തോടെ ഇറങ്ങി അത് തന്നെ കൊണ്ട് കൊടുത്തു. കണ്ടോ, എന്റെ മോക്ക് ചായ വെക്കാൻ അറിയാം, എന്നാ നല്ല ചായ. രണ്ടും ഒന്ന് തന്നെയാ. അതിവര് നാത്തോന്മാർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെയുള്ള നാത്തോന്മാരുണ്ടെ തന്നെ നല്ലതായിരുന്നു, പക്ഷെ എല്ലായിടത്തും ഇല്ല. അഡ്ജസ്റ്റ് ചെയ്യണം, ബുദ്ധി വേണം. പ്രായമായവരെ പിണക്കണ്ട, അവരെ നമുക്കിപ്പം അവരെ ഇനിയിപ്പോ നന്നാക്കാനൊന്നും നോക്കുകയില്ല. അവര് ആ സിറ്റീസ് എന്തോ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റൂ. 70-70 ഒരുപോലെ. ഒരു വീട്ടിൽ മോളെ പ്രസവത്തിന് കൊണ്ടുപോവുക, പ്രാർത്ഥിച്ചു വിടാൻ ഞങ്ങളാ ചെല്ലുന്നത്. 7 മാസം, എത്ര മാസത്തിലാ അറിയാൻ മേല, 7ആം തോന്നുന്നു അല്ലേ, 7ആണോ 8ആണോ, വലിയ ചടങ്ങാ. പ്രാർത്ഥിച്ചു വിടാൻ ചെന്നിരിക്കുക. ലോകത്തിലുള്ള എല്ലാ വിഭവങ്ങളും കൂട്ടിയുള്ള ഊണാണ്. പെട്ടെന്ന് പൈപ്പിലെ വെള്ളം തീർന്നു, ടാങ്കിലെ വെള്ളം തീർന്നു. മോട്ടർ അടിക്കാൻ നോക്കിയപ്പോ കറണ്ടും ഇല്ല. ഉടനെ ഈ അമ്മച്ചിക്ക് ഒരാഗ്രഹം, വീട്ടിലേക്ക് പോകാൻ ഡ്രസ്സ് മാറി നിൽക്കുന്ന ഗർഭിണിയായ മോളെ കൊണ്ട് കിണറ്റിൽ പോയി വെള്ളം കോരിക്കണം. ആ മോളുടെ പേര് തൽക്കാലം ഡെയ്സി എന്നിരിക്കട്ടെ. ഡെയ്സി ചെന്നിച്ചിട്ട് വെള്ളം കോരിക്കൊണ്ട് വന്നേ. അപ്പൊ ഡെയ്സിയുടെ അപ്പനും അമ്മയും എല്ലാവരും വന്നിരിക്കുകയാണ്. അവൾ പോകാൻ വണ്ടി നിൽക്കുക. പീഡനം. വേറെ പലരുണ്ട് അവിടെ വെള്ളം കോരാൻ.
ഞാൻ ഈ അന്തരീക്ഷം എന്തായി തീരുമെന്ന് അറിയാൻ ബുദ്ധിയോടെ ഇരിക്കുക, അല്ല നമ്മൾ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എന്നാ നടക്കാൻ പോണത്, കാർഗിൽ യുദ്ധം ആരംഭിക്കുമോ എന്നറിയാൻ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഭർത്താവ്, ബുദ്ധിമാനായ ചെറുപ്പക്കാരൻ, ഒരു ബക്കറ്റ് എടുത്ത് ഈ പെണ്ണിറങ്ങുന്നതിന് മുമ്പ് വെള്ളം കോരി അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തു. വിഷയം തീർന്നില്ലേ? അതിനാ ബുദ്ധി എന്ന് പറയുന്നത്. തലമുടി ചെയ്യാനല്ല ഈ തല തന്നിരിക്കുന്നത്, ചിന്തിച്ച് ചെയ്യണം കാര്യങ്ങൾ. അപ്പൊ ആ പെങ്കൊച്ചിനെ അപമാനിച്ചില്ല, അമ്മയ്ക്ക് വിഷമവും ഇല്ല. നീ എന്തിനാണ് കോരി എന്ന് ചോദിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് വെള്ളം കിട്ടിയാ പോരെ. അപ്പൊ ഇതെല്ലാം ബുദ്ധിയോടെ കൊണ്ട് നടന്നാലേ ഇത് പോകത്തുള്ളൂ മുമ്പോട്ട്. അപ്പോൾ ഫാമിലിയെ കുറിച്ച് പറയാനും പഠിക്കാനും ചർച്ച ചെയ്യാനും അവസരങ്ങൾ അധികമുണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ള പ്രധാന മെസ്സേജ്. ഇന്നലെ ഞാനൊരു കല്യാണം നടത്തി, അടുത്ത ദിവസം വീണ്ടും ഉണ്ട്. എത്ര സമയമെന്നറിയാവോ? കേൾക്കണം. 10:30 തുടങ്ങും, 11:30 തീർക്കണം. പ്രോട്ടോകോൾ എന്നൊരു സാധനം കൂടെ വന്നിട്ടുണ്ട്, അത് ഇത്ര നാളില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാനൊന്നും പ്രോട്ടോകോൾ ഇല്ല. ഈ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 15 മിനിറ്റേ വചനം പറയാൻ പറ്റുള്ളൂ. എന്റെ ചോദ്യം, എപ്പോഴാ പിന്നെ പറയുന്നേ? ദൈവം വിഭാവന ചെയ്ത കുടുംബം, ബൈബിൾ വെളിപ്പെടുത്തുന്ന കുടുംബം, പരിപാവനമായ കുടുംബം, അതിനെക്കുറിച്ച് ശക്തമായ ബോധവൽക്കരണം നടക്കണം. അതിനുള്ള എല്ലാം തിരുവെഴുത്തിലുണ്ട്. പക്ഷെ തിരുവെഴുത്തുകളെ തുറക്കണ്ടേ? നമ്മൾ ആദ്യം എടുത്ത വാക്യം മലാഖിയാണ്. മലാഖി എന്താ പറയുന്നത്? മൂന്ന് പ്രോബ്ലം. കാരണം ഈ ഒരു 1.5 മണിക്കൂറിൽ തീർക്കാവുന്ന ഒരു എപ്പിസോഡിന്റെ വഴിക്കാണ് ഞാൻ പോണത്. അങ്ങനെ പറ്റുള്ളൂ, ഷോർട്ട് കട്ട് കയറുക. ഒന്ന്, ആ വാക്യങ്ങളും ആ പ്രയോഗങ്ങളും ഒക്കെ ഞാനൊന്ന് കാണിക്കട്ടെ. യഹൂദ ദ്രോഹം ചെയ്തു, വാക്യം 11. അടുത്തത്, ഇസ്രയേലിലും യെരൂശലേമിലും മ്ലേച്ഛത സംഭവിച്ചിരിക്കുന്നു. മ്ലേച്ഛത എന്താ? വാട്ട് ഈസ് മ്ലേച്ഛത? എന്താ മ്ലേച്ഛത? അടുത്തത്, അവന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു. എന്താ വിഷയം? ദ്രോഹം, മ്ലേച്ഛത, അശുദ്ധം. 3 വാക്ക് കണ്ടല്ലോ. എന്താ സംഭവം? കാണിക്കാം. ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ദ്രോഹം, അശുദ്ധി, മ്ലേച്ഛത എന്ന 3 പ്രയോഗം കൊണ്ട് പ്രവാചകൻ വളരെ പരുഷമായ ഭാഷയിൽ ഇസ്രായേലിന്റെ കുടുംബങ്ങളെ ശാസിക്കുകയാണ്. ദ്രോഹം, ശ്രദ്ധിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം. ദ്രോഹം, മ്ലേച്ഛത, അശുദ്ധി. എന്തുവാ? ഒരു ഇസ്രായേൽക്കാരൻ ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചു. അതെന്താ കാര്യം? പ്രേമമായിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ സ്ത്രീധനം കിട്ടിക്കാണും.
അല്ലെങ്കിൽ മുടിക്ക് ഇച്ചിരി നീളം കൂടുതൽ ഉണ്ടായിരിക്കും. ഉള്ള കാര്യം തുറന്നു പറയുമ്പോൾ വിഷമം തോന്നരുത്. 2 കീമോ എടുത്താൽ മതി, മുടിയുടെ കാര്യം തീരും. 2 കീമോ. ഇതൊക്കെ എപ്പോഴാ വരുന്നതെന്ന് ആർക്കറിയാം? അപ്പൊ എന്താ ഈ മനുഷ്യൻ ഇങ്ങനെ കല്യാണം കഴിച്ചത്? ഒന്നെങ്കിൽ പ്രേമം, അല്ലെങ്കിൽ പണം. ഇത് നമ്മുടെ ഇടയിൽ തുടങ്ങിയോ? തുടങ്ങിയില്ലേ? പ്രമാണം വിട്ടുള്ള കല്യാണങ്ങൾ നടക്കുന്നില്ലേ? എന്തോ ചെയ്യും? പാവപ്പെട്ട പേരൻസ് എന്ത് ചെയ്യും? ഒത്തിരി നാള് വിദേശത്ത് ജോലി ചെയ്ത ഒരു മനുഷ്യൻ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് എവിടെയാണെന്നറിയാവോ? പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന്. 50 ലക്ഷം, വീണ്ടും 50 ലക്ഷം, വീണ്ടും 50 ലക്ഷം. അപ്പൊ എത്ര കോടിയായി? അങ്ങനെ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ മെഡിസിൻ, പിന്നെ PhD എല്ലാം ചെയ്തു. ഒരു വിദേശ രാജ്യത്ത് എത്തിച്ചു. രാജ്യത്തിന്റെ പേര് പറഞ്ഞാൽ എങ്ങാനും അറിഞ്ഞെങ്കിലോ. വിദേശ രാജ്യത്ത് എത്തിച്ചു. ഇനി ഈ മനുഷ്യന്റെ ആഗ്രഹം എന്നാണെന്നറിയാമോ? 12,000 പേരെ വിളിച്ച് എന്റെ മോനെ നന്നായിട്ടൊന്ന് കെട്ടിക്കണം. പക്ഷെ അവനൊരു വലിയ ഉപകാരം ചെയ്തു. പഠിപ്പിക്കാനൊക്കെ ഇത്ര ചെലവായതല്ലേ, ഇനി കല്യാണത്തിന് പപ്പ ഒരു പൈസ ചെലവാക്കണ്ട, ഞങ്ങൾ കെട്ടി. അന്ന് ഞാൻ ഇതുപോലെ ഏതോ വിദേശ രാജ്യത്താ. ആ മനുഷ്യൻ എന്നെ ഫോൺ വിളിക്കുക, പാസ്റ്ററേ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, എന്റെ മോന്റെ കല്യാണത്തിന് പാസ്റ്ററെ വിളിക്കാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. ആ മനുഷ്യന് അന്നും ഇന്നും ദുഃഖിതനാ, അന്നും ഇന്നും ദുഃഖിതനാ. അരുതാത്ത വിവാഹങ്ങൾ, അരുതാത്ത വിവാഹങ്ങൾ. ദ്രോഹം ചെയ്തു എന്നാ ബൈബിൾ പറയുന്നത്. ദ്രോഹം ചെയ്തു, അബദ്ധം പറ്റിയെന്നല്ല, ദ്രോഹം ചെയ്തു. എന്തോ കണ്ടിട്ടാ? സൗന്ദര്യം കണ്ടിട്ടല്ലേ? വളരെ സ്നേഹത്തിൽ ഇരിക്കുന്ന ആ സമയത്ത്, കല്യാണം കഴിഞ്ഞ് 2-3 മാസേ ആയുള്ളൂ, പുതുമണവാട്ടി ഭർത്താവിനോട് ചോദിച്ചു, ചേട്ടാ ചേട്ടന് ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത്? അതെ അതെ. അതിനാ നിനക്കിപ്പോ അങ്ങനെ സംശയം വന്നേ? അല്ലേ, ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല ഇനി അപ്പനും അമ്മയും പറഞ്ഞിട്ട് അങ്ങനെ കെട്ടിയതാണോ? അല്ല, നീ ഇഷ്ടപ്പെട്ടിട്ടാ. എന്നാ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, ചേട്ടൻ സത്യം പറയോ? ചേട്ടൻ എന്നെ ഞാൻ കാണാൻ വന്നപ്പം എന്തോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അത് നിന്റെ മുടി തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചു, നീ ഇങ്ങോട്ട് ചോദിച്ചത് കൊണ്ട് ഞാൻ ചോദിക്കുക, നിനക്ക് എന്തുവായിരുന്നു ഇഷ്ടപ്പെട്ടത്? അത് ചേട്ടന്റെ ആ ചിരിയാന്ന് പറഞ്ഞു. രണ്ടുപേരുടെയും സന്തോഷം പോയി, മുഖം വാടി. അപ്പൊ രാത്രിയായി, കിടക്കാൻ സമയമായി. പുള്ളിക്കാരന് കാര്യം പിടികിട്ടി. പുള്ളി പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ ഈ പല്ലൊന്ന് വെള്ളത്തിലെടുത്തിടാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരന് പറയാ, ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്, ഞാനും ഇതൊന്ന് അഴിച്ചു വെക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ വെപ്പ് വല്ലും വെപ്പ് മുടിയായിരുന്നു. അപ്പൊ എന്തുവാ ഇഷ്ടപ്പെട്ടത് പിടികിട്ടിയില്ലേ? ഇതുകൊണ്ടാ മക്കളെ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ തന്നെ അങ്ങ് ഇഷ്ടപ്പെടണ്ടെന്ന്. ഞങ്ങൾ കൂടി ഒന്ന് പറയാവുന്നേ. ഒരു ചാൻസ് ദാ, ഈ ഇത്രയും വളർത്തിയതല്ലേ 10-25 വയസ്സ് വരെ. എന്റെ മോനെ ഇവിടുന്ന് വിദേശത്തോട്ട് പോകുമ്പോ ഞാൻ ജോസ് പാസ്റ്ററെയാ ഏൽപ്പിച്ചത് കൂട്ടായ്മയ്ക്ക്. ഞാൻ ആ ചെറുക്കനോട് ഒരു കാര്യം പറഞ്ഞു, നിനക്ക് കല്യാണത്തിന്റെ സമയമൊക്കെ ഞങ്ങൾക്കറിയാം. ആ സമയമാകുമ്പോ ഞാനും മമ്മിയും കൂടെ പോയി ഒരു പെണ്ണിനെ കാണും, ഫോട്ടോ നിനക്ക് അയച്ചു തരും.
ഞങ്ങളങ്ങ് ഉറപ്പിക്കുമെന്ന് പറഞ്ഞു. അവർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാ നടന്നത്. ജോസ് ബാസ്റ്റോട് ചോദിച്ചാൽ പറയും. ഏതായാലും അതൊരു മാതൃകയായി. ഉടനെ ഞങ്ങളുടെ ചർച്ചിലെ ചെറുപ്പക്കാരെല്ലാം ഇപ്പൊ അതാ പറയുന്നത്. പാസ്റ്റർ അങ്ങ് തീരുമാനിച്ചു. എന്തേലും ആട്ടെ, അത്രയൊരു ആശ്വാസമായല്ലോ. ഉമ്മാര് തന്നെ തീരുമാനിച്ചാൽ നമ്മൾ എന്നാ എടുക്കും? നമുക്ക് മുടക്കാൻ പറ്റുമോ? മുടക്കാനൊന്നും പറ്റിയല്ലോ. ഒരു കുടുംബം പോയാൽ പിടിക്കാൻ അപ്പുറം 2 സഭയാ നോക്കിയിരിക്കുന്നു. മിണ്ടാമേല എന്റെ പഴയ കാലമല്ലത്. തർജ്ജനം ചെയ്യാനോ ശാസിക്കാനോ ഒന്നും പറ്റുകയില്ല. കാരണം എന്നാന്നറിയോ? ഇഞ്ഞു പോരച്ചാ ഇവിടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ് ഇരിക്കുകയാന്ന് അപ്പുറം ഇപ്പുറം ഇല്ല. കാളച്ചന്ത പെരുകിയത് കൊണ്ട് കള്ളക്കാള വർദ്ധിക്കുന്നു എന്നൊരു പറച്ചിൽ പണ്ടുണ്ടായിരുന്നു. കോട്ടയം ചന്തയെ വന്ന് കള്ളത്തരം കാണിക്കുന്ന കാളയെ പാമ്പാടി ചന്തയെ കയറ്റിവിടും, അത്രേ ഉള്ളൂ. അതായത് കാളെ മേടിച്ചോണ്ട് വന്ന നമ്മള് പാടത്ത് പണിയാനാണല്ലോ. ഇവൻ പണിയല്ല, കള്ളക്കാളെ അവനം കിടക്കും. അപ്പൊ ബുദ്ധിയുള്ള ഉടമസ്ഥൻ പറയും, തല്ലരുത്, തല്ലി പുറത്ത് പാട് വീണാ വിൽക്കാൻ പറ്റുകയില്ല. കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നല്ല ഭക്ഷണം കൊടുത്ത് പിറ്റേ ചന്ത അപ്പുറത്തുണ്ട്, അവിടെ കയറ്റിവിടും. ഒരൊറ്റയാളെ തിരുത്താൻ മേലാതെ വന്നിരിക്കുന്നു. തെറ്റായ വിവാഹം നമ്പർ 1. നമ്പർ 2, വാക്യം 13. രണ്ടാമത് ഏതാ? കുടുംബത്തിലെ സെക്കൻഡ് പ്രോബ്ലം. രണ്ടാമത് ഞാൻ അതിന്റെ പ്രധാന ഭാഗം മാത്രം വായിക്കാം. നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീര് കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിയിരിക്കുന്നു. ദൈവാസന്മാരാണ് ഇതിനകത്ത് ഒത്തിരി പേര്. ഒന്ന് ചിന്തിച്ച എന്തോ സംഭവം? സെക്കൻഡ് പ്രോബ്ലം, സെക്കൻഡ് ഇഷ്യൂ. രണ്ടാമത്, യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീര് കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിയിരിക്കുന്നു. എനിക്ക് മനസ്സിലായില്ല, ആരംഭകാലങ്ങളിൽ വായിച്ചിട്ട് മനസ്സിലായില്ല. ഞാൻ പിന്നെയും വായിച്ചു. ഉത്തരം അടുത്ത വാക്യത്തിലുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നതിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ കരച്ചിൽ ആരുടെ കരച്ചിലാ? സ്ത്രീകളുടെ കരച്ചിൽ. നിങ്ങൾ എന്റെ ആലയത്തെ കണ്ണുനീര് കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിയിരിക്കുന്നു. അതൊരു അലങ്കാരിക പദമാണ്. പുരോഹിതന്മാര്, മൂപ്പന്മാര്, ശുശ്രൂഷകന്മാര്, വിശ്വാസികള്, ഇവരുടെ എല്ലാം വീട്ടിൽ സ്ത്രീ പീഡനം നടക്കുന്നു. എന്നിട്ട് ഈ സ്ത്രീകൾ ദൈവസന്നിധിയിൽ വാവിട്ട് കരയുന്നു. ആ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തി. എന്നിട്ട് ദൈവം പറയാ, ഇനി ഒറ്റയൊരുത്തൻ വഴിപാട് കഴിക്കാൻ ഇങ്ങോട്ട് വരണ്ട. എന്താ കാരണം? നിങ്ങൾ എന്റെ യാഗപീഠത്തെ കണ്ണുനീര് കൊണ്ട് മൂടിയിരിക്കുന്നു. ഉടനെ ഇവര് ചോദിക്കുക, അതെന്തോ കേസ്? അതോ അവിശ്വസ്തത കാണിച്ചു കുടുംബത്തിൽ. നിന്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചു. ആ യൗവനത്തിലെ എന്ന വാക്ക് ശ്രദ്ധിക്കണം. സമയം നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല, അതാ വിഷയം. യൗവനത്തിലെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ? കുളിരുമ്പോഴാ പുതപ്പ് വേണ്ടത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഒരു ഉദാഹരണത്തിലൂടെ തെളിയിക്കാം. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ, വിശ്വാസി എന്നല്ല, അതിൽ കൂടുതൽ പറയാൻ മേലാത്തോണ്ട് പറയുന്നില്ല.
എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരാള്. സുഖമില്ലാതിരിക്കുക, വയസ്സ് 70. കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ എന്റെ സ്നേഹിതരിൽ ചിലര് പോയി. കാണാനും പ്രാർത്ഥിക്കാനും എന്റെ സ്നേഹിതരിൽ ചിലര് പോയി. അവരെന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ, പുള്ളിയുടെ ഭാര്യ നമ്മൾ അവിടെ ചെന്നിട്ടാണേലും ഒന്നും തീരെ അവര് സഹകരിക്കുന്നില്ലല്ലോ. പുള്ളിക്കാരൻ വല്ലാതെ കഷ്ടപ്പെടുക, അവര് സഹകരിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പഴയ കഥ അറിയില്ല. പുള്ളി ഒരു കാലത്ത് സ്റ്റാർ ആയിരുന്നു, സ്റ്റാർ. ആ കാലത്ത് പുള്ളി ഭാര്യയെ മൈൻഡ് ചെയ്തിട്ടില്ല. പുള്ളി ഒരിടത്തും പുള്ളിക്കാരത്തെ കൊണ്ടുപോയിട്ടില്ല. യൗവനത്തിൽ അവളെ അവഗണിച്ചു, വാർദ്ധക്യത്തിൽ അവള് തിരിച്ച് അവഗണിച്ചോണ്ടിരിക്കുക. അനുഭവിച്ചു. എനിക്ക് ആ ജോസഫൈൻ പറഞ്ഞ വാക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം പുള്ളിക്കാരത്തിന്റെ സ്ഥാനം പോയെങ്കിലും യൗവനത്തിൽ പുള്ളി സ്റ്റാറാ, പുള്ളിയെ ആരാധിക്കാൻ ആളുകളുണ്ട്. പുള്ളിക്കാരത്തെ ചുമ്മാ വേസ്റ്റ് പോലെ തട്ടി, തുണി അലക്കുന്ന യന്ത്രം. ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 20 ജോഡി അങ്ങോട്ട് ഇടും. അത് കഴുകി ഉണങ്ങി വരാ ഇവിടത്തേനും അടുത്തത് കൊണ്ടിരും. തുണി അലക്കുന്ന മെഷീൻ. യൗവനത്തിലെ ഭാര്യ. പുള്ളിക്കാരത്തി ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല, അവിടെ കിടന്ന് വേദനിക്കട്ടെ. എല്ലാരും അങ്ങനെ ചെയ്യണമെന്നല്ല, ചെയ്യുമെന്നും അല്ല. പക്ഷേ യൗവനത്തിലാണ് സ്നേഹം കൊടുക്കേണ്ടത്. ആ സമയത്ത് സ്വന്തം കുടുംബത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടും. യൗവനത്തിലെ ഭാര്യയുടെ അവിശ്വസ്തത കാണിച്ചു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം പഠിക്കാനായിട്ട് മുൻവിധി കൂടാതെ സമയം എടുക്കാമെങ്കിൽ പറയാം. ഏതായാലും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചാട്ടെ. നമുക്ക് എവിടെയെങ്കിലും തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളെ കണ്ടല്ലേ വളരുന്നേ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്താനുണ്ടോ എന്ന് നോക്കാം ഒരു നിമിഷം. ഞാന് ഗൗരവത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു. ആത്മാർത്ഥത കൊണ്ടും മനോവേദന കൊണ്ടുമാണ് പറയുന്നത്. കാരണം നമ്മളിങ്ങനെ പൊതുവിൽ നിൽക്കുന്നത് കൊണ്ട് ഒത്തിരി കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. കുറെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതും കണ്ടിട്ടുണ്ട്. ഒരു നല്ല കാര്യം പറയാം. MSc B.Ed ആയ ഭാര്യയും BSc B.Ed ആയ ഭർത്താവും, അങ്ങനെ എൻ്റെ ഓർമ്മ, രണ്ടുപേരും അധ്യാപകർ, കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നു. നമ്മുടെ ഈ യൂട്യൂബ് സന്ദേശങ്ങൾ കേട്ട് എനിക്ക് തോന്നുന്നത് ഷാർജയിൽ നടത്തിയ ഫാമിലി സെമിനാർ കേട്ടിട്ട് അന്ന് തൊട്ട് എന്നെ വിളിക്കും. ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കും. ഞാനിങ്ങനെ പറയും, ഉപദേശം പറയും, പ്രാർത്ഥിക്കും. സഹോദരി വിളിക്കും, എൻ്റെ ഭാര്യയുടെ കൊടുക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ പോന്നു. ഒരു ദിവസമേ പുള്ളിക്കാരൻ എന്നോട് ചോദിക്കുക, ഇന്ന മാസം ഇത്രാം തീയതി പാസ്റ്റർ വീട്ടിൽ കാണുമോ? ഞാൻ പറഞ്ഞു, എന്താ ആവശ്യം? ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, എനിക്കൊന്ന് കാണണം. ഓക്കെ, നിങ്ങൾ ഇത്രയും ദൂരെ നിന്ന് വരികയല്ലേ, ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. വരുമ്പോ കൊച്ചി വന്ന ട്രെയിനിൽ ഇറങ്ങി ഭാര്യയും ഭർത്താവും ഒരു പെൺകുട്ടി, ഒരു കുഞ്ഞ്, ഭർത്താവിന്റെ അമ്മ, 4 പേര് ഒരു ടാക്സി എടുത്ത് വീട്ടിൽ വന്നു. സന്തോഷത്തോടെ വർത്താനമൊക്കെ പറഞ്ഞു, ചായയൊക്കെ കുടിച്ചു. സന്തോഷത്തോടെ പറയുകയാണ്, ഞങ്ങളെ ഡിവോഴ്സിന് നോട്ടീസ് കൊടുക്കാനായിട്ട് വന്ന.
രണ്ടുപേരോട് സഹകരിച്ച് അങ്ങ് പിരിയാം. ഇപ്പൊ പാസ് ഞങ്ങൾക്ക് വേണ്ടി ഇതിനു മുമ്പൊക്കെ പ്രാർത്ഥിച്ചതല്ലേ, അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാനാ വന്നത്. ഞാൻ പറഞ്ഞു പിരിയാൻ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി പ്രാർത്ഥിപ്പിച്ചോ, ഇവിടെ യോജിപ്പിക്കുന്ന പ്രാർത്ഥനയേ ഉള്ളെന്നു. പിശാചേ എന്നാ വലിയ പുള്ളിയാ, ഏതും പോരാത്ത എന്നെ പിടിക്കണം പിരിയാൻ. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ തേടി വന്നിരിക്കുക. സാത്താന്റെ പണിയുണ്ടോ? എന്നിട്ട് പുള്ളിക്ക് ആരും പറയാമല്ലോ ബാബുചെറിയാൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് വിട്ടതാന്ന്. ശരിക്കും എനിക്ക് ദേഷ്യവും കൂടെ വന്നു. ഞാൻ ചോദിച്ചു പിരിയാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. അല്ല ഇനിയും എന്തെങ്കിലും ഒരു ചാൻസ് കൂടെ ഉണ്ടോ? ഉടനെ പുള്ളി പറയാ പാസ് അവളോട് ചോദിച്ചു. ഓക്കെ ചോദിക്കാം. അവളോട് ചോദിക്കാനായിട്ട് ഞാൻ ചോദിച്ചു സഹോദരിക്കെല്ലാം പറയാനുണ്ട് പക്ഷെ ഒറ്റയ്ക്കേ പറയുള്ളൂ. ഓക്കെ, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവരെ സഹോദരിയെ വിളിച്ചോണ്ടൊരു മുറി പോയി, അകത്തെ മുറി പോയി. പറഞ്ഞാൽ തീരുകയില്ല. എത്ര നേരം നമുക്ക് തലവേദന എടുക്കും ഇത് കുറെ നേരം ആവുമ്പോഴേ. ശരിക്കും വലിയ ബുദ്ധിമുട്ടായി ഈ ജോലി. 2 മണിക്കൂർ പ്രസംഗിക്കാനൊന്നും അത്ര കഷ്ടപ്പാടില്ല. ഇത് കേൾക്കണേലുണ്ടല്ലോ ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. അതിങ്ങനെ പറയുമല്ലേ, ചെലയ്ക്കുമല്ലേ. എല്ലാം ഞാൻ കേട്ടു. പുള്ളിക്കാരത്തി പറഞ്ഞത് മുഴുവൻ ശരി. ബിരുദാനന്തര ബിരുദമുള്ളവരാന്ന് ഓർക്കണേ. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞോ ഇനി വല്ലതും ഉണ്ടോ? കുറച്ചു നേരം കൂടെ കേട്ടു. ഒന്നുമില്ല, ചുമ്മാ ഉള്ളി പൊളിച്ച പോലെയുള്ള കാര്യം. പുള്ളിക്കാരത്തെ പുറത്തേക്ക് വിട്ടു. പുള്ളിയെ വിളിച്ചു. എന്നാണോ ദൈവം പ്രവർത്തിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. പുള്ളി ഇങ്ങോട്ട് വന്നു. ബ്രദറിന് എന്നാ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഇതാണ് ഈ ബോയ്സ് ഗേൾസുമായിട്ടുള്ള വ്യത്യാസം, ലേഡീസ് ജെന്റ്സുമായിട്ടുള്ള വ്യത്യാസം. എനിക്കൊന്നും പറയാനില്ല. പാസ് ഒരു തീരുമാനം പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം. എനിക്കൊരു ഭയങ്കര സമാധാനം. എന്റെ ദൈവമേ, അപ്പൊ ഇത് തീരാൻ പോവുക കേട്ടോ, വിഷയം ഇവിടെ അവസാനിക്കാൻ പോവുക. ഞാൻ ചോദിച്ചു ബ്രദർ ഞാൻ പറഞ്ഞ അനുസരിക്കുമോ? അനുസരിക്കും. അപ്പൊ ഇതിനിടെ ഞാൻ പുള്ളിക്കാരത്തോട് ചോദിച്ചു, ഇത്രയും വിഷയങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, ഈ മനുഷ്യൻ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല. ഓ, അപ്പൊ തന്നെ ആശ്വാസമായി. ഇപ്പൊ തല്ലുകയാണെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ നോക്കുക. ഉപദ്രവിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ വീണ്ടും പുള്ളിക്കാരത്തിയെ വിളിച്ചു. ഒടുവിൽ 2 പേരെ കൂടെ വിളിച്ചു. ദൈവം തമ്പുരാൻ കരുണ കാണിച്ചു. 2 പേരെ കൂടെ വിളിച്ചപ്പോ 2 പേരുടെ പൊട്ടിക്കരയാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ 2 പേരോട് പറഞ്ഞു കൈ പണ്ട് കല്യാണം കഴിച്ച പോലെ പിടിക്കാൻ പറഞ്ഞു. ഒന്നുകൂടി അങ്ങ് കല്യാണം കഴിപ്പിച്ചു. അന്യോന്യം കുറവുകൾ ഏറ്റുപറയാൻ പറഞ്ഞു. ദൈവം എനിക്ക് ദാനമായി തന്ന ഭാര്യയ്ക്കായിട്ട് സ്തോത്രം എന്നും പറഞ്ഞ് അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. അതുപോലെ പുള്ളിക്കാരത്തിയും പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇവരുടെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഉച്ചഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഇവിടുന്ന് വിട്ടു. 1 മാസം ഞാൻ വിളിച്ചില്ല. 1 മാസം കഴിഞ്ഞ് വിളിച്ചേച്ച് പറഞ്ഞു, പാസ്റ്ററേ ഞങ്ങളുടെ കുടുംബം ഇപ്പൊ പറുദീസയാന്നു. അപ്പൊ ഇതിനകത്ത് ആരാ കളിച്ചത്? ആരാ? പിശാച. വെറും തെറ്റിദ്ധാരണകളാ. വെറും തെറ്റിദ്ധാരണകൾ.
സ്തോത്രം. പുള്ളിക്കാരത്തിയുടെ ചില കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അതൊന്ന് സാധിപ്പിച്ചു കൊടുത്തില്ല. അതാണ് ഇതിന്റെ തുടക്കം. അവധി ദിവസം കിട്ടുമ്പോൾ ഒന്ന് പാർക്കിൽ പോകാമെന്ന് പറയുമ്പോൾ പുള്ളി പറയും എനിക്ക് ഒത്തിരി ഹോംവർക്ക് തീർക്കാനുണ്ട്. എന്നാ ഹോംവർക്ക് ആണേലും ഒന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോണോന്നേ. ഈ സ്വർഗത്തിൽ കല്യാണം ഇല്ല കേട്ടോ, ഇവിടെ ഉള്ളൂ. അപ്പൊ ഇവിടെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വല്ലയിടത്തൊക്കെ ഒന്ന് പോകണം കേട്ടോ, എല്ലാവരോടും ആയി പറയുന്നത്. സ്തോത്രം. അതിന് പ്രായമൊന്നും വിഷയമല്ല. ഒരു കാര്യം ഓർക്കണം, അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഓക്കെ, അത് കഴിഞ്ഞോ മക്കളെ വരും അല്ലേ? എത്ര കൊല്ലം ഉണ്ട്? മാക്സിമം 20 കൊല്ലം. അത് കഴിയുമ്പോഴോ മക്കളെ വിടും, പിന്നെയും നിങ്ങൾ രണ്ടുമോ. അപ്പൊ നിങ്ങൾ രണ്ടുമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വേണം പെരുമാറാൻ. എപ്പോ വരെ? സെമിത്തേരി വരെ. ബാക്കിയുള്ളവരെല്ലാം വന്നു പോകും. നാടകത്തിലെ ഓരോ കഥാപാത്രങ്ങൾ അവരൊക്കെ അങ്ങ് പോകും, നിങ്ങൾ രണ്ടുമേ കാണുള്ളൂ. അതുകൊണ്ട് ഈ സഹോദരിമാർക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളേ ഉള്ളൂ. അല്ല ചന്ദ്രനിൽ പോകണം, അമ്പിളിയമ്മാവനെ പിടിച്ചു തരണം എന്നൊന്നും പറയുകയല്ല. വല്ലപ്പോഴും ഒരു സാരി മേടിച്ചു തരണമെന്നോ വീഗാലാൻഡിൽ ഒന്ന് പോകണമെന്നോ ഒക്കെ പറയത്തുള്ളൂ. അതൊക്കെ ഒന്ന് അങ്ങ് സാധിപ്പിച്ചു കൊടുക്കുന്നേ. എന്നെ ഇതിന് മാത്രം വലിയ കാര്യമുള്ള. നിങ്ങൾക്കറിയാമോ, അബ്രഹാമിന് 80 വയസ്സുള്ള സമയത്തെ, 90 വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ആ സമയത്ത് പുള്ളി ഒരു ടൂർ പോയല്ലോ ഈജിപ്തിലോട്ട്. അനാവശ്യമായൊരു ടൂറായിരുന്നത്. ആ വഴിക്ക് വെച്ച് പെട്ടെന്ന് പുള്ളിക്ക് ഒരു അറിവ് കിട്ടി, ഇവിടുത്തെ രാജാവ് സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടാൽ വലിയ വിഷയം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു അടവ് പറയണം. അപ്പൊ വൈകുന്നേരത്തെ ഭക്ഷണം എല്ലാം കഴിച്ചിരുന്നപ്പം പുള്ളിക്കാരത്തെ സാറാമ്മയെ വിളിച്ച് അടുത്തിരുത്തി. സാറാമ്മേ, നീ ബഹു സുന്ദരിയാണ്, ഇവിടുത്തെ രാജാവ് ഒരു കോമാളിയാണ്, നിന്നെ അപഹരിക്കാൻ വേണ്ടി എന്നെ കൊന്നുകളയും. അതുകൊണ്ട് അഥവാ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നീ എന്റെ പെങ്ങളാന്ന് പറയണം. ആ പുള്ളിക്കാരത്തി പറഞ്ഞോളാം. അപ്പൊ അതൊരു അശുദ്ധമായ പോക്കല്ലേ, പക്ഷെ ദൈവം സഹായിച്ചു. അശുദ്ധമൊന്നും സംഭവിക്കാതെ ദൈവം സഹായിച്ചു. അത് പോട്ടെ, എന്റെ വിഷയം അതല്ല. ഈ 75 വയസ്സ് കഴിഞ്ഞ സാറാമ്മയെ നോക്കിയിട്ട് നീ സുന്ദരിയാന്ന് പറയാൻ ധൈര്യമുള്ള എത്ര അച്ചായന്മാർ ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്? ഇരുപത്തഞ്ച് വയസ്സിൽ 30 വയസ്സിലൊക്കെ പറയാം. ഇപ്പൊ ഒന്ന് പറയാവോ? പ്രൈസലോ. ഇടയ്ക്കൊക്കെ ഒന്ന് പറയണം, പറഞ്ഞാലുണ്ടല്ലോ ഇരട്ടി ആരോഗ്യവും സഹോദരിമാർക്ക്. നിന്നെ കണ്ട ഒരു കിളവി ലുക്ക എന്ന് പറഞ്ഞ തീർന്നു. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ് ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? അത് ജോസ് മാസ്റ്ററോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. പ്രൈസലോ. കഴിയുമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് എവിടെയും പോകുള്ളൂ, കഴിയുമെങ്കിൽ. ഈ അമേരിക്ക ഒക്കെ പോകുമ്പോൾ ഒത്തിരി ടിക്കറ്റ് വേണം. അപ്പൊ ഞാൻ അവരോട് പറയും, എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ശരീരസുഖം ഇല്ല, അതുകൊണ്ട് 2 ടിക്കറ്റ് തന്നാലേ പറ്റുള്ളൂ. അവര് പറയും 2 ടിക്കറ്റ് തരാം. കാരണം നമ്മളിങ്ങനെ ഈ ലോകം എല്ലാം കാണുകയും ഇവരിങ്ങനെ ഇവിടെ കിടന്ന് അടുക്കള പണിയും മാത്രമായാൽ അതൊരു ശരിയായ പരിപാടിയാണോ? നിങ്ങൾ തന്നെ പറ. എല്ലായിടത്തും ഒന്നും ചുവന്നുകൊണ്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, കുറെയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യണ്ടേ. സ്തോത്രം. അതുപോലെ തിരിച്ചും അബ്രഹാം സാറാമ്മയോട് നീ സുന്ദരിയാന്ന് പറഞ്ഞു. ഇതുപോലെ തിരിച്ചും പറയാം, അച്ഛാനെ ഇന്നത്തെ ഈ പാന്റ് ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊന്ന് പറഞ്ഞെന്നോർത്ത് എന്നാ കുഴപ്പം? ആർക്കും അവരുടെ ആ സൗന്ദര്യം ശരിക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല.
അവരവരുടെ. പിന്നെ തെളിവ് എന്നാന്നറിയാവോ? വീട്ടിൽ വെച്ച് ഒരു കണ്ണാടിയെ നോക്കും അകത്ത്, അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു കണ്ണാടിയിലും കൂടെ നോക്കും, ഇല്ലേ? ശരിയാണോന്ന്. അത് കഴിഞ്ഞ് കാറെ കയറി ആ കണ്ണാടിയിലും കൂടെ നോക്കും. അപ്പം നമുക്ക് നമ്മളോട് അത്ര ഇഷ്ടമാണ്. അപ്പം അത് നമ്മുടെ പങ്കാളി പറയുകയാണെങ്കിലോ നല്ലതാ കേട്ടോ, ഈ തലമുടി ഇല്ലേലും നല്ല ഭംഗിയായിട്ടുണ്ടെന്നൊക്കെ അങ്ങ് പറഞ്ഞേക്കണം. ഓ, നിങ്ങളെ കണ്ടാ ചുമ്പ തലയിൽ മുടിയില്ല, പല്ലും പോയി, ഇത് എന്നാ ഇങ്ങനെ? അതൊന്ന് പല്ലൊക്കെ പോകുന്നത്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. TG ഉമ്മച്ചൻ എന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ബൈബിളിലെ ഏറ്റവും വലിയ പണ്ഡിതൻ മലയാളികളുടെ ഇടയിൽ. പുള്ളിക്കാരനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. ഭാര്യയെ കുറിച്ച് എന്ത് പറയുന്നെന്ന് ചോദിച്ചു. ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീയാന്ന് പറഞ്ഞു. കേട്ടായിരുന്നു ഞാൻ പറഞ്ഞു. ഉമ്മച്ചനപ്പച്ചനോട് ചോദിച്ചു ഭാര്യയെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്. ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഭാര്യ സ്ത്രീയാ എന്റെ ഭാര്യ എന്ന് പറഞ്ഞു. അത് വലിയ വാർത്തയായി. അതൊരു മനഃശാസ്ത്ര പ്രയോഗമാണ്. അല്ലാതെ സൗന്ദര്യ മത്സരത്തിൽ സമ്മാനം കിട്ടിയ ആളെ കല്യാണം കഴിച്ചു എന്നല്ല അപ്പച്ചൻ ഉദ്ദേശിച്ചത്. എന്നാന്നറിയാമോ? എന്റെ കണ്ണുകളിൽ ഇവളേക്കാൾ സൗന്ദര്യമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതാണ് ക്വാളിറ്റിയുള്ള കുടുംബം. അതാ ക്വാളിറ്റിയുള്ള കുടുംബം. അല്ലാതെ എന്റെ മേരിക്കുട്ടി, ഞാൻ ഇന്നലെ പോയ വീട്ടിലൊരു സഹോദരി, അവരെന്നാ സ്മാർട്ടാ, അവരുടെ ആ നാരങ്ങ അച്ചാറുണ്ടല്ലോ, തൊട്ടാ മതി. ഇവിടെ കോഴി അച്ചാറിട്ട് കൊടുത്തിട്ട് മിണ്ടിയിട്ടില്ല നല്ലതാണ്. അന്നേരാ തങ്കമ്മയുടെ നാരങ്ങ അച്ചാർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശംസിക്കണമെന്നേ. വേറെ വല്ലവരുടെയും കാര്യമൊന്നും അധികം പോക്കി പറയണ്ട. യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചു. എന്താ? നോട്ട് ചെയ്യണ വാക്ക്. യൗവനത്തിൽ ഒരു പെൺകുട്ടി അവളുടെ വീട് വിട്ട്, അപ്പനെ വിട്ട്, അമ്മയെ വിട്ട് നമ്മുടെ കൂടെ വന്നു. ആ പ്രായത്തിൽ കിട്ടേണ്ട സ്നേഹം, സംരക്ഷണം, ലാളനം, കരുതൽ എല്ലാം ലഭിച്ചില്ലെങ്കിൽ അതിനകത്തൊരു അവിശ്വസ്തതയുണ്ട്. ഇനി യൗവനത്തിലെ അവിശ്വസ്തത എന്ന് പറയുന്നതിന്റെ ശരിയായ മീനിങ് എന്താണ്? എബ്രായർ 13:4. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വിവാഹം എല്ലാവർക്കും മാന്യം. ആ ഭാഗം നമ്മൾ ധാരാളം പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, കല്യാണങ്ങളിലെല്ലാം കേൾക്കും. പക്ഷെ രണ്ടാം ഭാഗം കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, വളരെ റയറാ. ഒന്നാം ഭാഗം എല്ലാവരും പ്രസംഗിക്കും, വിവാഹം എല്ലാവർക്കും മാന്യം. എന്തുകൊണ്ട് മാന്യം? പിതാവായി ദൈവം സ്ഥാപിച്ചത് കൊണ്ട് മാന്യം, പിതാവായി ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് മാന്യം, പുത്രൻ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയത് കൊണ്ട് മാന്യം, പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തിയത് കൊണ്ട് മാന്യം. ഇങ്ങനെയൊക്കെ അതിനെ പ്രസംഗങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തേത് എനിക്കറിയേണ്ടത്, കിടക്ക നിർമ്മലമായിരിക്കട്ടെ. അതെന്തുവാ? പുതിയ ബെഡ്ഷീറ്റ് ഇടണമെന്നാണോ? ഒരു മിനിറ്റ് ചിന്തിക്കാൻ തരിക. ഫാമിലി സെമിനാറിലല്ലാതെ ഇത് പറയാൻ പറ്റില്ലല്ലോ. അവിടെ തുറന്നങ്ങ് പറയട്ടെ.
നിങ്ങൾ മാത്രമുള്ള ആ ബെഡിൽ, ആ റൂമിൽ മറ്റൊരു പുരുഷനെയോ മറ്റൊരു സ്ത്രീയെയോ മനസ്സിൽ വരരുത്. കിടക്ക നിർമ്മലമായിരിക്കട്ടെ. കോളേജിൽ പഠിച്ച ബന്ധങ്ങൾ, എന്നാ മൊബൈലിൽ കൂടെ കിട്ടിയ ബന്ധങ്ങള്, ഇതൊന്നും മനസ്സിൽ താലോലിക്കരുത്. പ്രാർത്ഥിച്ച് കർത്താവിൽ ആശ്രയിച്ച് അതിനെല്ലാം പുറത്താക്കണം. കിടക്ക നിർമ്മലമായിരിക്കട്ടെ. എന്തൊരു വാക്യമാത്! വിവാഹിതരുടെ കിടക്ക, ഫാമിലി ബെഡ് നിർമ്മലമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിച്ച സെക്ഷുവൽ ലൈഫ് അത് വിശുദ്ധമാണ്, അത് ഹോളി ലൈഫാണ്. പക്ഷേ അത് മലിനമാകും അവിടെ അന്യ പുരുഷനോ അന്യ സ്ത്രീയോ മനസ്സിലൂടെ പോയാൽ. അതിനെ പ്രാർത്ഥിച്ച് ശാസിച്ച് പുറത്താക്കണം. ഉണ്ടെങ്കിൽ ബഹുമാനായ TC കോശ് സാറ് കല്യാണം നടത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടതാ, നേരിട്ട് എന്റെ അറിവല്ല, ഒരു ദൈവദാസൻ പറഞ്ഞു കേട്ടു. ഒരു കല്യാണം നടത്തി തീർന്നപ്പോ പുള്ളി പറഞ്ഞെന്ന്, മക്കളെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആ മൊബൈലിലെ സിം ഒന്ന് ഊരിയിട്ട് അങ്ങ് ഒടിച്ചു കളഞ്ഞേര്, രണ്ടുപേരും പുതിയൊരു സിം എടുത്തു, അതാ നല്ലത്. മനസ്സിലായോ പറഞ്ഞതിന്റെ അർത്ഥം? ആരെങ്കിലും വല്ല ലവ് യു എന്ന് എങ്ങാനും എഴുതിയത് അതിനകത്ത് കിടപ്പുണ്ടെങ്കിൽ അത് പിന്നെ മറ്റേ പുള്ളി കണ്ടിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കണ്ട, സിം അങ്ങ് മാറിയേക്കാൻ. ഒത്തിരി ചാറ്റിംഗ് ഒക്കെ ഉള്ളൊരു കാലമാണ്. അതിലൂടെയാണ് ഈ ചീറ്റിംഗ് വരുന്നത്. പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കിടക്ക നിർമ്മലമായിരിക്കട്ടെ. ഞാനൊരു വാക്യം കൂടെ തരാം, അന്നേരം അത് ക്ലിയർ ആവും. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകരുത്. അത് ഫാമിലിയുടെ ബന്ധമല്ലേ അവിടെയും പറയുന്നേ. അപ്പൊ ഏകാഗ്രതയാണ് നിർമ്മലത. ഏകാഗ്രതയും നിർമ്മലതയും ഇരട്ട പിറന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഫാമിലി ബെഡ് നിർമ്മലമായിരിക്കട്ടെ. ഒരു മനുഷ്യൻ, ഒരു ഭാര്യ, അത് ദൈവം തന്നതാണ്. അത് വിശുദ്ധമായ ഫാമിലിയാണ്. നിഷ്കന്മഷ യുഗമാണ് ഉൽപ്പത്തി 1, 2, 3 അധ്യായങ്ങൾ. അവിടെ ദൈവം അനുവദിച്ചു സെക്ഷുവൽ ലൈഫ്. വിവാഹം പാപമല്ല, സെക്ഷുവൽ ലൈഫ് പാപമല്ല. മഹാപുരോഹിതനായ ആഹരോൻ ഭാര്യയുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്കിന് ഭാര്യയും മക്കളുണ്ടായിരുന്നു. ദൈവം അനുവദിച്ച കുടുംബജീവിതം പാപമല്ല, അശുദ്ധമല്ല. അറിയില്ലാത്ത ആളുകൾ ഓരോന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വിവാഹം കഴിക്കാത്തതാണ് ത്യാഗം, വിശുദ്ധം. എന്റെ പൊന്നെ, കഴിച്ചവരോട് ചോദിക്കണം, കഴിക്കുന്നതാ ത്യാഗം. പ്രൈസ് ദി ലോർഡ്. കഴിക്കുന്ന ത്യാഗം. കാരണം നമ്മുടെ ഇഷ്ടത്തിനൊന്നും പോകാനും നോക്കുകയല്ല. നീ അന്യോന്യം സഹകരിച്ചൊക്കെ പോകണ്ടേ? ഒരു ദിവസം മതിയോ? ജീവിതകാലം മുഴുവൻ പോകണ്ടേ? ഇതൊരു ത്യാഗം തന്നെയാ. ചില വിദേശ രാജ്യങ്ങളിൽ ചോദിക്കുമെന്ന്, ഇപ്പോഴും നിങ്ങളുടെ അന്നത്തെ ഭാര്യ തന്നെയാണോ? അവർക്ക് വലിയ ആശ്ചര്യമാ. 10-20 കൊല്ലമൊക്കെ ഒരാളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ.
മലയാളി എത്രയോ ശുദ്ധമായ കുടുംബം നയിക്കുന്നു. ബൈബിൾ പരിപാവനമായ കുടുംബമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കരുത്. ഇതാണ് മലാഖി. അതേ ഒരു കാലഘട്ടമാണ് ഇന്ന് വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പഴയ നിയമം അവസാനിക്കാറായപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം എന്തായിരുന്നു അറിയാമോ? ബ്രോക്കൺ ഫാമിലി. ഇതിപ്പോ ഈ യുഗം തീരാറായി, കർത്താവ് വരാറായി. നമ്മൾ ലാസ്റ്റ് പീരീഡിലാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് പീരീഡ്. വി ആർ ഇൻ ദ ലാസ്റ്റ് അവർ. അതുകൊണ്ടാണ് കുടുംബ തകർച്ച വർദ്ധിക്കുന്നത്. നമ്മൾ വിചാരിച്ച സമയത്തിലേക്ക് ഓടിപ്പോയിരിക്കുന്നു. മൂന്നാമത്തെ പ്രോബ്ലം എന്താണ്? ഉപേക്ഷണം. 16-ാമത്തെ വാക്യം, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ഉപേക്ഷിക്കാൻ പ്ലാൻ ചെയ്ത് ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കൽ സഭായോഗം കഴിഞ്ഞ് ഒരു ആന്റി വേറൊരു ആന്റിയോട് പറയുക, ആ സഭയില് വേറൊരു സഭയുടെ കാര്യം പറയാ. ആ സഭയില് ഇപ്പൊ 4 ഡൈവോഴ്സായി, മറ്റേ സഭയിൽ 8 ആയി. ഇത് ഒരു ചെറിയ പെൺകുട്ടി കേട്ടിട്ട് എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ മോളെ അതൊക്കെ ചുമ്മാ പറയുന്ന. എന്തിനാ പുള്ളിക്കാരത്തി അങ്ങനെ പറഞ്ഞതെന്നറിയോ? പുള്ളിക്കാരത്തിന്റെ വീട്ടിൽ അതിനുള്ള പ്ലാൻ എന്തോ ഉണ്ട്. അതിന് വഴിവെട്ടുക. നേരത്തെ പിടികിട്ടുക ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരത്തിന്റെ മോളോ പ്ലാൻ ഇടുന്നുണ്ട്. അതിന് നേരത്തെ ഒരു റോഡങ്ങ് വെട്ടുക. മറ്റേടത്ത് 8 ഉണ്ട്, ഇവിടെ 16 ഉണ്ട്. പറയരുത്, അങ്ങനെ പറയരുത്. എവിടെയെങ്കിലും നടന്നെങ്കിലും പറയരുത്. അങ്ങനെ നടക്കരുത്. ദൈവസഭയിൽ അങ്ങനെ നടക്കത്തില്ല. എന്തിനാ ഇത് പറഞ്ഞു വരുത്തുന്നേ? ഇത് പറയുമ്പോ ഒരു ഉദ്ദേശം അതിനകത്തുണ്ട്. അതായത് ഈ നമ്മൾ ഓടിച്ചോണ്ടിരിക്കുന്ന വണ്ടി, ഇത് കൊള്ളുകയല്ല, ഇതിന്റെ സ്റ്റിയറിംഗ് ശരിയല്ല, ഇതിന്റെ വീല് ശരി. എന്തിനാ ഇത് പറയുന്നത്? എന്തിനാ? വണ്ടി മാറാനാ ഇത് പറയുന്നേ. പറയരുത്. അവിടെ ഇവിടെയൊക്കെ ഡൈവേഴ്സ് നടക്കുന്നുണ്ട്. ഇല്ല, നമ്മളവിടെ നടക്കത്തില്ല. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിനവിടെ നടക്കില്ല. നടക്കാൻ ഞാൻ അനുവദിക്കില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഓരോ കുടുംബങ്ങളും പറയണം. എന്തിനാ ഈ മീറ്റിംഗ് വെച്ചത്? യേശുവിന്റെ നാമത്തില്. അടുത്തടുത്തിരിക്കുന്നവർ കൈകോർത്ത് പിടിച്ചാട്ടെ. ഇന്നിവിടെ ഇരിക്കുന്ന കുടുംബങ്ങളൊന്നും കുഴപ്പക്കാരല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ കുഴപ്പക്കാരുണ്ട്, തകർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നു. ആ കൈയൊന്ന് കോർച്ചു പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശുവിന്റെ നാമത്തില് കുടുംബത്തെ തകർക്കുന്ന ദുഷ്ട വ്യാപാരത്തെ ഞങ്ങൾ ഒരുമിച്ച് 302 ഡിവൈസിലും ഫേസ്ബുക്കിലുമുള്ളവർ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വന്നത് പിരിക്കാനല്ല, യോജിപ്പിക്കാനാണ്, പണിയാനാണ്. പിശാച് വന്നത് തകർക്കാനാണ്. ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ ഉയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജോസ് പാസ്റ്റർ. നന്നായിട്ട് ശ്രദ്ധിച്ച ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി. ഞാൻ വീണ്ടും പറയുന്നു, ഈ വിഷയത്തിലുള്ള മീറ്റിങ്ങുകൾ ധാരാളം നടക്കണം. അങ്ങനെ ഒരു സീസണിൽ നാം വന്നിരിക്കുകയാണ്. പേരന്റിങ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഫാമിലി, എത്രയോ സബ്ജക്റ്റ് ഉണ്ട് പഠിക്കാൻ. സമയങ്ങൾ ഇനി ഉണ്ടാകണം. ധാരാളം ദൈവദാസന്മാർ ഈ വിഷയത്തിൽ നല്ല പഠനം നടത്തിയിട്ടുള്ളവരുണ്ട്.